ഈശോയെ, എൻ്റെ അച്ഛൻ ഇന്നീ ലോകത്തില്ല. എമിയാണെങ്കിൽ ബോധമില്ലാണ്ട് കിടക്കാൻ. എനിക്ക് നിച്ചാനെ കാണണം, എനിക്ക് നിച്ചാനെ കാണാം. ആ കാല് പിടിച്ച് മാപ്പ് പറയണം. എന്താടാ, എന്തെറ്റി? മമ്മി, പപ്പ, എനിക്ക് ബോധം വന്നു. ഒന്നിങ്ങ് വന്നേ. എമി, എടാ എനിക്ക് നിച്ചാനെ കാണണം. എനിക്ക് എല്ലാത്തിനും മാപ്പ് പറയണം. ഞാൻ കാരണം എന്റെ ഇന്ന് ഈ അവസ്ഥ വന്ന് എനിക്ക് മാപ്പ് പറയണം. എനിക്ക് എന്റെ ഇച്ചാനെ കാണണം. ഒന്ന് കൊണ്ടുപോ. എമി, എമി, നീ ഇങ്ങനെ കരയല്ലേ എമി? ഇല്ല ലച്ച, എനിക്ക് എന്റെ ഇച്ചാനെ കാണണം. എമി മോളെ, ചാച്ചൻ പറയുന്ന കേക്ക്. മോളിങ്ങനെ കരയല്ലേ? എന്ത് ചെയ്യാനാവും? കർത്താവ് വിളിച്ച പോയല്ലേ പറ്റൂ. മോള് സമാധാനിക്ക്. ഇല്ല ചാച്ച, ഇല്ല, എന്നെ കൊണ്ടത് പറ്റില്ല. എനിക്ക് എന്നെ ഇച്ചാനെ കാണണം. കാല് പിടിച്ച് മാപ്പ് പറയണം. എന്നെ അടുത്ത് കൊണ്ടുപോ. എന്നെ ഇച്ചാന്റെ അടുത്ത് കൊണ്ടുപോ. ഞാൻ ഇച്ചായ പറഞ്ഞത് അന്ന് ഞാൻ കേട്ടിരുന്ന ഈ അവസ്ഥ വരില്ലായിരുന്നു. മോളെ അമ്മി, എന്തൊക്കെയാ പറയുന്നേ? എന്ത് ചെയ്തു എന്നാ പറയുന്നേ? അതേ അമ്മി, നീ എന്താ പറയുന്നേ? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. എന്താ സത്യത്തിൽ സംഭവിച്ചേ? ഞാൻ പറയാം. ഞാൻ കാരണം ഇന്ന് ഇങ്ങനെയല്ല സംഭവിച്ചേ. ഇതിനെല്ലാം ഉത്തരവാദി ഞാനാ. എന്താടാ നീ പറയുന്നേ? ആരെങ്കിലും ഒന്ന് തെളിച്ച് പറ. എന്താ സംഭവിച്ചേ? നീ കാരണോ? പറയാം മമ്മി, പറയാം. ഇന്ന് ഞാൻ എല്ലാം പറയും. അല്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. അവനിന്ന് പോയപ്പോഴാ അവൻ്റെ വില എനിക്ക് മനസ്സിലായേ. ഞാൻ പറയും. എന്നിട്ട് എന്നെ എന്ത് വേണേലും നിങ്ങൾ ചെയ്തോ, എനിക്കത് പ്രശ്നമല്ല. പക്ഷെ എമയെ ഒന്നും പറയരുത്. എന്താടാ കാര്യം? ഒന്ന് തെളിച്ച് പറ. പറയാം പപ്പ, പറയാം. എങ്ങനെ കഴിഞ്ഞടാ നിനക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ? അവൻ നിന്നോട് എന്ത് തെറ്റായി ചെയ്ത്? അവൻ എത്രമാത്രം നിന്നെ ഇഷ്ടമായിരുന്നു. ഈ വീട്ടില് നിന്നോടും പപ്പയോടും അല്ലാതെ അവൻ കൂടുതൽ അടുക്കാറും കൂടിയില്ല. എന്നിട്ട് നീ... ഞാനെല്ലാം പറഞ്ഞു കഴിഞ്ഞില്ല, കുറച്ചുകൂടി പറയാനുണ്ട്. എന്നെ ഇങ്ങനെ ആക്കിയത് പപ്പയും മമ്മിയും കൂടിയാ. നിങ്ങൾ രണ്ടുപേരും മാത്രം. ഞങ്ങൾ എന്ത് ചെയ്തടാ? നിന്നെയൊക്കെ സ്നേഹിക്കാൻ മാത്രമല്ലേ ഞങ്ങൾക്ക് അറിയാവുന്നുള്ളൂ. സ്നേഹിച്ചതാണോ ഞങ്ങൾ ചെയ്ത തെറ്റ്? അതെ, സ്നേഹിച്ചത് തന്നെയാ തെറ്റ്. രണ്ടു മകനെയും ഒരുമിച്ച് തുല്യതയിൽ സ്നേഹിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല. എന്നേക്കാളേറെ അവനെയല്ലേ നിങ്ങൾ സ്നേഹിച്ച്. നിങ്ങൾക്ക് എന്നേക്കാൾ കൂടുതൽ അവനായിരുന്നല്ലോ പ്രിയം. എന്തിനും ഏതിനും അവൻ. എന്നെ വേണ്ട. ഞാനും അവനും എത്ര സ്നേഹത്തോടെ കഴിഞ്ഞതാ. എനിക്കുള്ളിലെ അവനോട് ദേഷ്യവും വെറുപ്പും വരുത്തിച്ചത് നിങ്ങൾ തന്നെയാ. ഞാൻ കഴിവ് കെട്ടവൻ, എനിക്കൊന്നും പറ്റില്ല, ഒരു പൊട്ടൻ. അങ്ങനെ ആയിരുന്നല്ലോ. എല്ലാത്തിനും ബെസ്റ്റ് ആദം, എല്ലാത്തിനും വേസ്റ്റ് അലൻ. ഇങ്ങനെ ആയിരുന്നില്ലേ നിങ്ങൾ തന്നെയാ എന്നെ ഇങ്ങനെ ആക്കിയത്. ഒരുപാട് സ്നേഹിച്ച എൻ്റെ ചേട്ടനെ പോലെ കരുതിയ ആളെ ഞാൻ ഈ അവസ്ഥയിൽ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ പിന്നിൽ നിങ്ങളാ. നിങ്ങളുടെ സ്വത്തുക്കളും പകുതി മുക്കാലും അവൻ്റെ പേരിൽ. പക്ഷെ അതൊന്നും എന്നെ ബാധിച്ചിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ പ്രശ്നം നിങ്ങൾ അവനോട് കാണിക്കുന്ന സ്നേഹം എനിക്ക് തരുന്നില്ല എന്ന് മാത്രമായിരുന്നു. ഈ ചിന്തയൊക്കെ തന്നെയാ വളർന്നു വലുതായപ്പോൾ എനിക്ക് അവനോട് ദേഷ്യം, ആ ദേഷ്യം വെറുപ്പായും
ആ വെറുപ്പ് കൊല്ലാനുള്ള തരത്തിലും എത്തിച്ചത്. അങ്ങനെ എന്നെ കൊണ്ട് പറ്റാവുന്നിടത്തോളം അവനെ വെറുത്തു വെറുത്ത് വെറുത്ത് ഈ നാട്ടിലെത്തുമ്പോൾ കേൾക്കുന്നത് അവൻ്റെ വിവാഹ വാർത്ത. സഹിച്ചില്ല എനിക്ക്. അത് എങ്ങനെയും അവൻ്റെ ജീവിതം നശിപ്പിക്കണമെന്ന് ഓർത്ത് തന്നെയാണ് ഇങ്ങോട്ട് വന്നത്. പിന്നെ അതിൻ്റെ ഇടയിലാണ് ഞാനൊരു പെൺകുട്ടിയെ കണ്ടതും അവളെ ഇഷ്ടത്തിലായതും. പക്ഷേ അതും അവനുമായിട്ട് റിലേഷൻ കണ്ടപ്പോൾ എനിക്ക് സഹിച്ചില്ല. അപ്പം കള്ളം കുടിച്ച് എന്തൊക്കെയോ ചെയ്തു പോയി. പക്ഷെ ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല അവന് ഇങ്ങനെ ആക്സിഡൻ്റ് ആവുന്നോ മരിച്ചു പോകുന്നു. എനിക്ക് ഞാൻ സ്നേഹിച്ച പെണ്ണെ നഷ്ടപ്പെട്ടു എന്ന് തോന്നിയപ്പോൾ എന്തൊക്കെയോ ചെയ്തു കൂട്ടിയതാ. നീ എന്തൊക്കെയാണോ പറയുന്നത്? മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാണല്ലോ ഈശോ ഇവൻ പറയുന്നത്. നിങ്ങൾ കേൾക്കുന്നില്ല? അവൾ എപ്പോഴാ ഇവരെ വേർതിരിച്ച് കണ്ട്? ഇവനിതെന്ത് പറ്റി? നമ്മളെടുത്ത തെറ്റുപറ്റി എല്ലാം അറിഞ്ഞു വേണം മക്കളെ വളർത്താൻ. ഇനിയും അറിയേണ്ടതൊക്കെ അറിയിച്ചില്ലേ ഇതൊന്നും അറിയാത്തതിൻ്റെ ജോയെ ഇവൻ ഇനിയും വെറുക്കും. അത് പാടില്ല. എല്ലാവരും അറിയട്ടെ. അത് വേണോ? അതെ, അവരറിയണം. അവർക്കറിയാനുള്ള അവകാശമുണ്ട്. അലരെ, ഇനി ഞാൻ പറയാൻ പോകുന്നത് നീ ശ്രദ്ധിച്ചു കേട്ടോ. എൻ്റെ പേരിലുള്ള സ്വത്തുക്കളെല്ലാം നിൻ്റെ പേരില. അതിലൊന്നിൽ പോലും എൻ്റെ ജോക്ക് അവകാശമില്ല. അവനത് കൊതിച്ചിട്ട് പോലുമില്ല. പിന്നെ നീ കാണുന്ന സ്വത്തുക്കളെല്ലാം അത് അവൻ്റേത് തന്നെ. അതിൽ എനിക്കോ നിനക്കോ അവകാശമില്ല. കാരണം എന്താണെന്നറിയോ? ഞാൻ ഈ പറയുന്ന നിമിഷം തൊട്ട് അവൻ എൻ്റെ മകനല്ലാതായി തീരും. ആദം ജോൺ വിൻസെൻ്റ് മാത്യൂസിൻ്റെയോ അന്ന മാത്യൂസിൻ്റെയോ മകനല്ല. അതാണ് സത്യം. അതുകൊണ്ട് തന്നെയാണ് അവനെ ഒരുപാട് സ്നേഹിച്ചത്. പക്ഷേ അതൊരിക്കലും നിന്നെ വേദനിപ്പിക്കണമെന്നോ നിന്നെ ശ്രദ്ധിക്കാതിരിക്കാനോ ഞങ്ങൾ മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല. അവിടെയാണ് ഞങ്ങൾക്ക് തെറ്റുപറ്റി. നിന്നെ ഞങ്ങൾ അതിൻ്റെ ഇടയിൽ എപ്പോഴോ മറന്നുപോയി. അതാണല്ലോ നിനക്ക് ഇങ്ങനൊരു ചിന്ത വന്നേ. വിശ്വസിക്കില്ല. ഇതൊക്കെ വിശ്വസിച്ചേ പറ്റൂ. കാരണം അതാണ് സത്യം. ഒരിക്കലും ഇതൊക്കെ നിങ്ങളോട് തുറന്നു പറയേണ്ടി വരുമെന്ന് വിചാരിച്ചിട്ടില്ല. കാരണം അവനെന്നും എൻ്റെ പൊന്നുമോന ജോ. അവൻ കഴിഞ്ഞിട്ട് എനിക്കാരുള്ളൂ. ഇനിയും നിങ്ങളിതൊന്നും അറിഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല. അപ്പോൾ ജോയുടെ പപ്പയും അമ്മയും ആരാ? ജോ അവൻ എൻ്റെ ആത്മാർത്ഥ സുഹൃത്തിൻ്റെ മകനാ. മഹേശ്വരൻ്റെയും നയന തോമസിൻ്റെയും മകൻ. അവൻ്റെ അച്ഛൻ ഹിന്ദു ആയിരുന്നു, അമ്മ ക്രിസ്ത്യനും. അതുകൊണ്ട് തന്നെ ഈ ബന്ധം അവളുടെ വീട്ടിലറിഞ്ഞപ്പോൾ തോമസ് ചാക്കോ ശക്തമായി തന്നെ എതിർത്തു. എതിർപ്പുകളൊക്കെ വകവെക്കാതെ തന്നെ അവർ ഇരുവരും രജിസ്റ്റർ മാരേജ് ചെയ്തു. ഇതറിഞ്ഞ തോമസ് ചാക്കോ വെറുതെ ഇരുന്നില്ല. അവർ രണ്ടുപേരെയും തീർക്കാൻ ആളെ വിട്ടു. നേനയുടെ ഏട്ടൻ ജോസഫ് വഴിയാണ് ഞാനിതറിഞ്ഞത്. ജോസഫും ഞാനും മഹിയും നല്ല കൂട്ടുകാരായിരുന്നു. അപ്പോൾ മഹിയും നയനയും ഇങ്ങനെ ഒരു റിലേഷൻ അറിഞ്ഞപ്പോൾ ആകെ തകർന്നു പോയത് ജോസഫാണ്. അതിൻ്റെ ദേഷ്യം അതിൻ്റെ ഉള്ളിലുണ്ടെങ്കിലും സ്വന്തം പെങ്ങളും ആത്മാർത്ഥമായി കൊണ്ടുവരുന്ന കൂട്ടുകാരനും ഇവിടെ കിടന്ന് പെടയുന്നത് കാണാൻ വയ്യാത്തതുകൊണ്ട് അവനാ എന്നോട് ഇക്കാര്യം പറഞ്ഞു. പിന്നെ ഒന്നും നോക്കാതെ അവരെ ഇവിടുന്ന് രക്ഷപ്പെടുത്താൻ സഹായിച്ചത് ഞാനായിരുന്നു. അങ്ങനെ അവർ പോയി. കാലം മായ്ക്കാത്ത മുറിവുകളില്ലെന്നല്ലേ. പക്ഷേ തോമസ് ചാക്കോയുടെ കാര്യത്തിൽ മാത്രം അത് നടന്നില്ല. ഈ ലോകത്തുനിന്ന് പോകുമ്പോൾ വരെ പകയും വെറുപ്പും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പതിയെ ജോസഫിൻ്റെ മനസ്സ് ഉരുകി തുടങ്ങി. എന്തെങ്ങനെ പറഞ്ഞാലും സ്വന്തം പെങ്ങളും അത്രമേൽ സ്നേഹിച്ച കൂട്ടുകാരനും അല്ലേ. അവരെ കാണാനും അവരുടെ വിശേഷങ്ങൾ അറിയാനും എന്നെ ഒരുപാട് ആഗ്രഹിച്ചു. അതിനുവേണ്ടി അവൻ എപ്പോഴും എന്നോട് അന്വേഷിക്കാൻ പറയും. ഞാൻ കുറേ അന്വേഷിച്ചു, ഒരു വിവരം കിട്ടിയില്ല. അങ്ങനെ ഇരിക്കെ നീണ്ട 10 വർഷങ്ങൾക്ക് ശേഷം അവൻ്റെ ഒരു ഫോൺ കോളാണ് എന്നെ തേടി വന്നേ. അവൻ നാട്ടിലോട്ട് വരുന്നുണ്ടെന്നും വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അറിയാനും ഒക്കെ വേണ്ടിയിട്ടാണ് വിളിച്ചത്. ഞാൻ ഈ കാര്യം ജോയിനോട് പറഞ്ഞു. ജോസഫും അവന് തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്നു. അവർ നാട്ടിൽ വരുന്ന ദിവസമായി. അന്ന് അവരെ കൊണ്ടുവരാൻ ജോസഫും കൂടിയാണ് എയർപോർട്ടിലോട്ട് പോയേ. അവന് ഭാര്യയും ഒരു കുഞ്ഞും ഉണ്ടായിരുന്നത്. ഭാര്യ ആരാന്ന് നിങ്ങൾക്ക് പറഞ്ഞാൽ അറിയും. സാറയാ. അപ്പോൾ എമി? അതെ, എമി ജോസഫിൻ്റെ മകളാ.
സാറൊക്കെ അറിയായിരിക്കും അന്നത്തെ ആ ദിവസം. നിനക്ക് മറക്കാൻ പറ്റാത്തൊരു ദിവസം ഉണ്ടെങ്കിൽ അതായിരിക്കുമല്ലോ. അന്ന് എത്രത്തോളം സന്തോഷത്തോടു കൂടിയാ അവന് സ്വന്തം പെങ്ങളെയും കൂട്ടുകാരനെയും കൊണ്ടുവരാൻ പോയേ. പക്ഷേ തിരിച്ചെത്തിയത് അത്രയും സന്തോഷത്തോടു കൂടി ഇനി അങ്ങോട്ട് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നാളെന്ന് പ്രതീക്ഷിച്ച് പോയ അവൻ തിരിച്ചു വന്നില്ല. അവൻ്റെ കൂടെ അവൻ കൊണ്ടുവരാൻ പോയ ആരും വന്നില്ല. ചേതനമറ്റ ശരീരങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു വലിയൊരു ആക്സിഡൻറ്റ്. അപ്പോൾ തന്നെ നയനും മഹിയും മരിച്ചു. അതിലുണ്ടായിരുന്ന ജോസഫ് കൊക്കയിലോട്ട് മറിഞ്ഞു. ബാക്കിയായത് ജോയ. എനിക്കൊന്ന് ഓർമ്മയുണ്ട്, വിവരം അറിഞ്ഞ് ഞാൻ അവിടെ ചെല്ലുമ്പോൾ പപ്പയുടെയും അമ്മയുടെയും അടുത്തിരുന്ന് കരയുന്ന കുഞ്ഞാദമിന് ആ മുഖം എനിക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. പിന്നീട് അങ്ങോട്ട് ഒന്നും നോക്കിയില്ല. അവനെ ഞാൻ ഏറ്റെടുത്തു. അതിന് വേറൊരു കാരണവും ഉണ്ടായിരുന്നു. മരണത്തോട് മല്ലടിച്ച് കിടക്കായിരുന്നു എൻ്റെ പൊന്നുമോൻ അലൻ. രൂപത്തിൽ നിനക്കൊരു ആക്സിഡൻറ്റ് പറ്റി കോമയിലായിരുന്നു. നിന്നെ തിരിച്ചു കിട്ടുമോ ഇല്ലയോ എന്ന് പോലും അറിയാത്ത സിറ്റുവേഷനിലാണ് എനിക്ക് ആദമിനെ കിട്ടുന്നത്. പിന്നെ ഞാനൊന്നും നോക്കിയില്ല. അവനെ എൻ്റെ സ്വന്തം മോനായി തന്നെ വളർത്താൻ തീരുമാനിച്ചു. എൻ്റെ കൂടെ എന്നും എൻ്റെ തീരുമാനം എന്നും ശരിവെച്ച് ആനി ഉണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ട് നിൻ്റെ അസുഖമെല്ലാം ഭേദമായി വന്നപ്പോൾ ഒന്നും അറിയാതെ നിനക്ക് ഒരു ചേട്ടൻ ഉണ്ടോയെന്ന് പോലും അറിയില്ലായിരുന്നു. പക്ഷേ അവിടെ ഞാൻ നിനക്കൊരു ചേട്ടനെ കൊണ്ടുവന്നിരുന്നു. നീയും അത് വിശ്വസിച്ചു. അങ്ങനെ നല്ല സന്തോഷത്തോടു കൂടി തന്നെയാണ് ഇതുവരെ പോയിരുന്നത്. പക്ഷെ ഒരിക്കലും ഞാൻ അറിഞ്ഞിരുന്നില്ല നിൻ്റെ മനസ്സിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്ന്. പപ്പ, ഇത് കേട്ട് എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. തെറ്റുപറ്റി പോയി. പക്ഷെ എന്നോടുള്ള എല്ലാ ദേഷ്യവും ഞാൻ മറന്നിരുന്നു. എൻ്റെ ജീവിതത്തിലോട്ടൊരു പെണ്ണ് വന്നപ്പോൾ അവനെ അവിടെ ഒരുമിച്ച് കണ്ടു. അവനും അവളുമായിട്ട് റിലേഷനാണെന്നൊക്കെ കരുതി ഞാൻ. നീ പറയുന്ന പെണ്ണ് ജാസ്മിനാണോ? എങ്കിൽ അവർ തമ്മിൽ റിലേഷനുണ്ട്. ആ ബന്ധം ഒരിക്കലും നിനക്ക് തടയാൻ പറ്റില്ല. അതെ പപ്പ. ജാസ്മിനെ പപ്പയ്ക്ക് ഇങ്ങനെ അറിയാം? അതൊക്കെ അറിയാം. എൻ്റെ ജോ പോകുന്നതിന് മുന്നേ എന്നോടെല്ലാം പറഞ്ഞിരുന്നു. അന്ന് രാത്രി കൂടി പറഞ്ഞതാ. എല്ലാം എമിയോട് തുറന്നു പറയണം, ജീവിതം തുടങ്ങണം എന്നൊക്കെ. പക്ഷേ അതിവിടെ വരെ എത്തുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ലല്ലോ. പപ്പ എന്തൊക്കെയാ പറയുന്നേ? ഒന്ന് തെളിച്ച് പറ. പറയാം മോളെ. അന്ന് ജോ എന്നോട് പറഞ്ഞത് നിങ്ങളൊക്കെ അറിയണം. പപ്പയോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു എനിക്ക്. എന്താടാ മോനെ പറയാൻ? നീ പറ. അത് നമ്മുടെ ഹോസ്പിറ്റലിൽ എന്നെ ഇപ്പോൾ അസിസ്റ്റ് ചെയ്യുന്നത് ഒരു പുതിയ നേഴ്സാണ്. ആ കുട്ടിയെ കണ്ടപ്പോൾ തൊട്ട് എനിക്ക് ആ കുട്ടിയുമായി എന്തോ ഒരു ബന്ധമുള്ള പോലെ തോന്നുക. അപ്പോൾ അങ്ങനെ എൻ്റെ മനസ്സിലങ്ങനെ തോന്നിയപ്പോൾ അതേപറ്റി അന്വേഷിക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരുപാട് അന്വേഷണങ്ങൾക്കൊടുവിൽ ആ ആത്മബന്ധം എന്താണെന്ന് ഞാൻ കണ്ടെത്തി. എന്താ മോനെ നീ കണ്ടെത്തിയേ? പപ്പ, അവളെൻ്റെ വാവയാ. പപ്പക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. എനിക്കൊരു അനിയത്തി കൂടിയുണ്ട്. അന്ന് ആക്സിഡൻറ്റിൽ അവളെയും ജോങ്കിനെയോ കാണാതായത്. പക്ഷെ അവരൊരിക്കലും തിരിച്ചു കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പ്രതീക്ഷിക്കാതെയാ അവളെൻ്റെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നത്. നീ എന്തൊക്കെയാ മോനെ പറയുന്നേ? നിനക്കൊരു അനിയത്തി കൂടി ഉണ്ടെന്നോ? അതെ പപ്പ, എനിക്കൊരു അനിയത്തി കൂടിയുണ്ട്. എൻ്റെ വാവ. പപ്പക്ക് അറിയാത്തോണ്ടാ. ഇവിടുത്തെ എമിയുടെ ഒക്കെ പ്രായം വരും. തീരെ കുഞ്ഞായിരുന്നു അവള്. അന്ന് ജോങ്കിൻ്റെ കയ്യിലായിരുന്നു എൻ്റെ വാവ. എന്താ മോനെ നീ പറയുന്നേ? അവരൊക്കെ പോയില്ലേ? ബോഡി പോലും തിരിച്ചു കിട്ടാൻ പറ്റാത്ത രീതിയിലല്ല കൊക്കയിലോട്ട് വീണേ. അത് അവരൊന്നും ആവില്ല. അവര് തന്നെ. ഞാൻ എല്ലതും ഉറപ്പിച്ചിട്ട് തന്നെയാ പപ്പയോട് പറയുന്നത്. അവളോട് തന്നെ ഞാൻ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അവൾക്കാകെ പപ്പ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആളെന്തോ കിടപ്പിലുമാണ്. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സംബന്ധിച്ച് അവൾ ആകെ നെട്ടോട്ടായിരുന്നു. അവൾ തന്നെ ആ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു. അവളുടെ പപ്പയുടെ ട്രീറ്റ്മെൻറ്റും ഞാൻ നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പപ്പയെ ഷിഫ്റ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ ഞാൻ നോക്കൽ തുടങ്ങി. ആ ഇടക്കാണ് എമിയുടെ ഫോണിൽ നിന്ന് എമിയുടെ ഫാമിലി ഫോട്ടോ ഞാൻ കാണാനിടയായത്. ആ ഫോട്ടോയിലുള്ള അതേ ആളായിരുന്നു ജാസ്മിൻ്റെ പപ്പയായിട്ട് അവിടെ ട്രീറ്റ്മെൻറ്റിൽ വന്നിട്ടുണ്ടായിരുന്നത്.
ഞാനാകെ ഷോക്കായി. പിന്നെ എന്തോ ഒരു സംശയത്തിൻ്റെ പേരിൽ എമിയുടെയും അവളുടെ പപ്പയുടെയും DNA ഒന്ന് ടെസ്റ്റ് ചെയ്തു. അപ്പോൾ എമിയുമായിട്ട് നല്ല മാച്ച് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ജാസ്മിനുമായിട്ടും ടെസ്റ്റ് ചെയ്തു. ജാസ്മിനുമായിട്ട് മാച്ചും അല്ല. അപ്പോൾ ഏകദേശമൊക്കെ എൻ്റെ സംശയം കൺഫേം ആയി. ആ ടൈമിലാണ് അവളുടെ പപ്പ എന്നോട് കുറച്ച് സത്യങ്ങളൊക്കെ പറയുന്നത്. എന്ത് സത്യം? മോനെ ആദു, നിനക്കെന്നെ മനസ്സിലായോ? ജോങ്കിളല്ലേ ഇത്? അതെ മോനെ, എൻ്റെ മോനക്ക് എന്നെ മനസ്സിലായല്ലേ? എന്നെ മനസ്സിലായപ്പോൾ തന്നെ മോനക്ക് എല്ലാ സത്യങ്ങളും മനസ്സിലായി കാണുന്നു. അങ്കിൾ വിചാരിക്കുന്നു അങ്കിളിന് ജീവനോടെ ഉണ്ടാവുമെന്ന് അങ്കിളിന് അറിയില്ല. പക്ഷേ അങ്കിള് സത്യങ്ങളൊക്കെ പറയട്ടെ മോനെ. ജാസ്മിൻ അത് നിന്റെ ബാവയാ, നിന്റെ സ്വന്തം ബാവ. അന്ന് ഞങ്ങൾ മരിച്ചിട്ടില്ലായിരുന്നു. അവളും ഞാനും കൊക്കയിലോട്ട് മറിഞ്ഞ് ഒരു കാട്ടിനുള്ളിലാണ് എത്തിപ്പെട്ടെ. അവിടുന്ന് കുറച്ച് കാട്ടുവാസികൾ ഞങ്ങളെ രക്ഷിച്ചു. പിന്നെ ഏതോ ഒരു സ്ഥലത്താണ് ബോധം വന്നപ്പോൾ എവിടെയൊന്നും അറിയില്ല. പിന്നെ ആരെയും ഒന്നും അറിയിക്കാനും തോന്നിയില്ല. അങ്ങനെ ഞാനും മോളെ കൊണ്ട് ജീവിച്ചു. അതിൻ്റെ ഇടയിൽ എനിക്ക് വീണ്ടും ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. ഈ കിടപ്പിലായി. മോനെ, ഇതൊക്കെ നിന്നോട് പറയണമെന്ന് തോന്നി. എനിക്കെന്തോ ഈ ആയുസ്സിനി ഒരുപാട് നാളുണ്ടാവില്ലെന്നൊരു തോന്നൽ. ഇനിയെങ്കിലും മോനും മോളും ഒരുമിച്ച് ജീവിക്കണം. മോക്ക് കൂട്ടായിട്ട് മോനെന്നും ഉണ്ടാവണം. അങ്കിൾ ഇങ്ങനൊന്നും പറയാതെ. എനിക്ക് അങ്കിളിനെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിരുന്നു. അന്നൊരു തവണ അങ്കിളിനെ കണ്ടെങ്കിലും മായാതെ കിടപ്പുണ്ട് ആ മുഖം. പിന്നെ എന്തൊക്കെയോ സംശയം തോന്നി. ഏകദേശം കൺഫേം ആയതായിരുന്നു. അപ്പോഴാ അങ്കിൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അങ്കിൾ ഒട്ടും വിഷമിക്കണ്ട. ഇനി എന്നും അവൾക്ക് കൂടെ ഞാനും ഉണ്ടാവും. അങ്കിളുടെ ഒന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അങ്കിളും ഞങ്ങളുടെ കൂടെ ഉണ്ടാവും. അത് മതി. ഇനി എൻ്റെ കുഞ്ഞ് ഒറ്റക്കാവില്ലല്ലോ. നീ നോക്കില്ലേ? അത് മതി അങ്കിളിനെ. മോനെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എൻ്റെ എമിമോളും സാറും അവരെവിടെയെന്ന് നിനക്കറിയോ? എനിക്ക് വേണ്ടി ഒന്ന് കണ്ടുപിടിച്ച് തരാമോ? അവരെ തേടി എവിടെയും പോവണ്ട അങ്കിൾ. അവര് എൻ്റെ കൂടെയുണ്ട്. എമി എൻ്റെ ഭാര്യ. സാറാൻറ്റി ഇപ്പോൾ അങ്കിളുടെ ബിസിനസ്സൊക്കെ നോക്കി നടത്തുക. അവരെ ഞാൻ അങ്കിളുടെ മുന്നിൽ കൊണ്ടുവരുന്നുണ്ട്. അങ്കിൾ ഒട്ടും പേടിക്കണ്ട. ആശ്വാസമായി. ഇനി എനിക്ക് ചത്താലും വേണ്ടില്ല. മരിക്കുന്നതിന് മുന്നേ അവരൊരു നോക്ക് കാണുന്നുണ്ട്. അതിന് വിധിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അവർ സേഫായിട്ടുണ്ടെന്ന് അറിഞ്ഞല്ലോ. കുറേ കാലങ്ങളായിട്ട് മനസ്സിനുള്ളിൽ ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല. അവരെ പറ്റി കേട്ടപ്പോൾ എനിക്ക് സമാധാനമായി. എൻ്റെ മോളോട് മോനെല്ലാം പറയണം, കേട്ടല്ലോ? പറഞ്ഞുകൊണ്ട് അങ്കിൾ. അങ്കിളൊട്ട് വിഷമിക്കണ്ട. അങ്കിളുടെ ട്രീറ്റ്മെൻറ്റാണ് ഇപ്പം എനിക്ക് ആദ്യം മുഖ്യം. അങ്കിളൊന്ന് സുഖപ്പെട്ട് വരട്ടെ. എല്ലാവരും എല്ലാം അറിയും. മോനെ, ഒരു കാര്യം കൂടി. ഈ സർജറി കഴിഞ്ഞാൽ ഞാൻ ജീവനോടെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. എന്തായാലും വേണ്ടില്ല, ഒരു കാര്യം മോനോട് പറയണം. അഥവാ ഞാൻ ജീവനോടില്ലെങ്കിൽ മോന് എൻ്റെ മോളോട് പറയണം. പപ്പ മനഃപൂർവ്വമല്ല അവളുടെ അടുത്ത് വരാതിരുന്നു. ആക്സിഡൻ്റായി കിടപ്പിലായതാ. അല്ലെങ്കിൽ ഞാൻ വാവയും കൊണ്ട് അങ്ങോട്ട് പോയിരുന്നു. അതിന് പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു. എൻ്റെ എമ്മിമോളോട് എനിക്ക് ഒരുപാട് സ്നേഹം. അവളെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഒരുപാട് മിസ്സും ചെയ്തു എന്ന് നീ അവളോട് പറയണം. അങ്കിളെ, ഇതൊക്കെ അങ്കിളിന് തന്നെ സ്വന്തം മോളോട് നേരിട്ട് പറയാൻ പറ്റും. എന്നെ വിശ്വസിക്ക്. ഇനി അങ്കിൾ റെസ്റ്റ് എടുക്ക്, കേട്ടല്ലോ? എൻ്റെ ഈശോയെ, ഞങ്ങളുടെ ചോക്കുട്ടൻ ജീവനോടെ ഉണ്ടടാ. അവനെവിടെ? വാ, നമുക്കിപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ പോകാം. ഒന്ന് കാണട്ടെ. എൻ്റെ മാതാവേ, ഇത് ഞാൻ അറിഞ്ഞില്ലല്ലോ. പപ്പ, ജോങ്കൾ ഇപ്പൊ ജീവനോടെ ഇല്ല. എന്ന് വെച്ചാ എന്താടാ പറ്റിയേ?
മോളെ, പപ്പക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ ഇത് ആദം ഡോക്ടറോട് പറഞ്ഞിട്ടുണ്ട്. കേട്ട് കഴിയുമ്പോൾ പപ്പനോട് മൂക്ക് ദേഷ്യമൊന്നും തോന്നരുത്. ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല. മോള് പപ്പനോട് ക്ഷമിക്കണം. പപ്പ എന്തൊക്കെയാ പറയുന്നേ? മിണ്ടാതിരുന്നേ. സർജറിക്കുള്ള സമയമായി, അപ്പോഴും ഓരോന്ന് പറയുന്നേ. ഇനി പപ്പയ്ക്ക് എന്ത് പറയാനുണ്ടെങ്കിലും ഞാൻ കേട്ടോളാം. പപ്പയോട് ഒരു ദേഷ്യവും തോന്നില്ല. സർജറി കഴിഞ്ഞ് പപ്പ നല്ല കുട്ടിയായി. ഇങ്ങ് വാ. ജീനു, മോളെ സമയമായി. ഊട്ടിയിലോട്ട് ഷിഫ്റ്റ് ചെയ്യല്ലേ? ആ, ഞാനും കൂടി വരട്ടെ ചായ? മോളെ, അത് വേണ്ട. നിനക്കറിയാലോ, നിനക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് ഇച്ഛായ നോക്കിക്കോടാ. മോള് വിഷമിക്കണ്ട. സ്റ്റെല്ല, ലെറ്റ്സ് സ്റ്റാർട്ട്. ജോ, എനിക്കെന്തോ ടെൻഷൻ. രക്ഷപ്പെടാൻ ചാൻസ് കുറവല്ലേ? ഹാർട്ടിനും പ്രശ്നമുണ്ട്, തലക്കും പ്രശ്നമുണ്ട്. ഐ ഡോ നോ എന്താവും എന്തോ. ആദ്യം കോൺഫിഡൻസാണ് വേണ്ടത്. നീ ടെൻഷൻ ആവല്ലേ, ഞാനില്ലേ. ജോ, നമ്മൾ തോറ്റുപോയല്ലോടാ. എന്ത് ചെയ്യും? ആ കുട്ടീനോട് എന്താ പറയാ? സോറി, ഇച്ഛാനെ രക്ഷിക്കാൻ പറ്റിയില്ല. എനിക്ക് സ്വന്തം എന്ന് പറയാൻ ഞാനുണ്ട്. എന്നും എന്നെ വിഷമിക്കണം. ഇച്ഛാനെ കുറച്ച് കാര്യങ്ങളൊക്കെ നിന്നോട് പറയാനുണ്ട്. നീ ഓക്കെ ആയിട്ട് എല്ലാം പറയാം. നിന്റെ പപ്പ പറഞ്ഞേൽപ്പിച്ച കാര്യങ്ങളൊക്കെ തന്നെയാ. എന്നിട്ട് ആ കുട്ടി എന്തേ? നീ അവളോടെല്ലാം പറഞ്ഞോ? ആ പപ്പ, അവളോട് ഞാൻ എല്ലാം പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞ് അവൾ ഓക്കെ ആയപ്പോൾ അവളോടെല്ലാം ഞാൻ പറഞ്ഞു. ആകെ ഡിപ്രഷനിലായിരുന്നു അവള്. ഞാൻ കൂടി ഇല്ലായിരുന്നെങ്കിൽ അവൾ തകർന്നു പോയേനെ. പിന്നെ മെല്ലെ മെല്ലെ അവള് ഓക്കെ ആയി വന്നു. ഇനി ഇതൊക്കെ എനിക്ക് എമിയോട് പറയണം. അവളോട് എല്ലാം പറഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിതം തുടങ്ങാൻ. എല്ലാം എന്ന് പറയുമ്പോൾ മോൻ എന്താ ഉദ്ദേശിച്ചേ? എല്ലാതും. ഞാൻ ആരാണെന്ന് അറിഞ്ഞു തന്നെ വേണം അവൾ എന്നെ സ്നേഹിക്കാൻ, ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ. എല്ലാം അവൾ അറിയണം. അതിനു വേണ്ടിയാ ഞാൻ കാത്തിരുന്ന്. ഇനി അവളോട് ധൈര്യമായിട്ട് പറയാലോ. ഞാൻ ഇന്ന് തന്നെ അവളോട് പറയും. അതേതായാലും നന്നായി. ഇന്ന് തന്നെ മോൻ പറ. നിങ്ങളും ജീവിച്ചു തുടങ്ങുക. പപ്പ, ഞാനിതൊന്നും അറിഞ്ഞിരുന്നില്ല. അപ്പൊ അന്ന് ഞാൻ കണ്ടത് അതായിരുന്നു. അന്ന് അവളുടെ പപ്പ മരിച്ചു പോയിരുന്നു. എന്റെ ഈശോയെ, ഞാൻ എന്നിട്ട് എന്തൊക്കെയാ ചെയ്തു കൂട്ടിയ. കുറച്ചുകൂടി നിനക്ക് ക്ഷമിച്ചൂടായിരുന്നു? അല്ലെങ്കിൽ നിനക്ക് എന്നെ നേരിട്ട് ചോദിച്ചൂടായിരുന്നു? ഈ വീട്ടില് നിനക്കും എനിക്കും അല്ലേ അതിനുള്ള അധികാരം അവൻ തന്നിട്ടുള്ളത്? ഒന്ന് നിനക്ക് സംശയം തോന്നിയപ്പോ ചോദിച്ചൂടായിരുന്നു? അവൻ പറയില്ലേ? വേണ്ട, ഒന്നും പറയണ്ട. നീ കാരണ എനിക്കിന്ന് എൻ്റെ മോനെ നഷ്ടപ്പെട്ടത്. അത്രത്തോളം മനസ്സ് വേദനിച്ചതുകൊണ്ട് മാത്രം അവൻ അങ്ങനെ ഒരു ആക്സിഡന്റ് പറ്റിയത്. എല്ലാത്തിനും നീയാ കാരണം. വെറും തെറ്റിദ്ധാരണയുടെ പുറത്ത് അവനെ ഒന്ന് കേൾക്കാൻ നീ തയ്യാറായോ?
നിന്നെ കേൾക്കാൻ എൻ്റെ മോൻ തയ്യാറായിരുന്നില്ലേ? എന്നിട്ട് കൂടി എനിക്ക് നിന്നോട് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റില്ല. എൻ്റെ മോൻ ഉണ്ടായിരുന്നെങ്കിൽ അവന് നിന്നോട് ക്ഷമിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് നീ ഇനി എന്നോട് ഒന്നും സംസാരിക്കാൻ വരണ്ട. സാറേ, പറയുന്നോണ്ട് ഒന്നും വിചാരിക്കരുത്. ഇനി തൊട്ട് അവൾ നിന്റെ കൂടെ നിന്നോട്ടെ. അതുപോലെ തന്നെ അലൻ, നീയും. നീ എൻ്റെ വീട്ടിൽ ഇനി വന്നു പോരുത്. നിനക്ക് സ്വത്തൊക്കെയല്ലേ വലുത്, അതെല്ലാം നിന്റെ പേരിൽ തന്നെ. പക്ഷെ ആ വീട്ടിൽ നീ കയറരുത്. അവൻ്റെ മരണത്തിന് കാരണമായ രണ്ടുപേരും ആ വീട്ടിൽ ഇനി വേണ്ട. എമി, എമി, ആൻറ്റി, ഡോക്ടർ വിളിക്ക്. എമി. ഇച്ചായ, ഇതാദ്യമായിട്ടാ ഇച്ചായൻ്റെ മുന്നിൽ, പക്ഷെ അവസാനത്തേത് കൂടിയാട്ടോ. എനിക്കറിയില്ല ഞാനിവിടെ വന്നത് ഇച്ചാൻ ഇഷ്ടമായി കാണുമെന്ന്. സോറി ഇച്ചായ, സോറി. ഒന്നും മനഃപൂർവ്വം ആയിരുന്നില്ല. അന്ന് എനിക്കറിയില്ല എന്താ സംഭവിച്ചെന്ന്. ഒരു കാര്യം മാത്രം അറിയാം, ഇച്ചായന് നഷ്ടപ്പെടുമെന്ന് കരുതിയാ ഞാനിങ്ങനെ ഓരോന്ന് കാണിച്ചു കൂട്ടിയേ. അല്ലാണ്ട് ഒരിക്കലും ഇച്ചായനെ ഞാൻ ചതിച്ചിട്ടില്ല. എനിക്ക് പക്ഷെ അതിന് കർത്താവ് തന്നു. എൻ്റെ ഇച്ചായനെ എൻ്റെ അടുത്തുനിന്ന് കൊണ്ടുപോയില്ലേ, എൻ്റെ അടുത്തുനിന്ന് കൊണ്ടുപോയി. എനിക്കത് സഹിക്കാവുന്നതിലപ്പുറത്ത്. അതാർക്ക് പറഞ്ഞാലും മനസ്സിലാവില്ല. എല്ലാവർക്കും മുന്നിലും ഞാൻ തെറ്റുകാരിയാ. ഇച്ചായനറിയോ? ഈ ഇച്ചായന്റെ മുന്നിൽ പോലും ഞാൻ അങ്ങനെയല്ല. എന്നെ അങ്ങനെ കണ്ടിട്ടല്ലേ ഇച്ചായൻ ഇവിടുന്ന് പോയേ. എന്തിനാ കർത്താവ് എന്നോട് ഇങ്ങനെ കാണിക്കുന്നേ? ഒരു ചാൻസ് പോലെ എനിക്ക് തന്നില്ലല്ലോ എന്റെ അവസ്ഥ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക. സാരമില്ല, ഇനി ആർക്കും മുന്നിൽ ഞാൻ വരില്ല. ഞാൻ പോവാ. ആർക്കും ഇനി ശല്യമായിട്ട് ഈ എമ്മി വരില്ല, ഇച്ചായന്റെ മുന്നിൽ പോലും. ഗുഡ് ബൈ. ചാച്ചാ. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. ചാച്ചാ, ജീവന് തുല്യം സ്നേഹിച്ചതല്ലേ ഞങ്ങൾ എല്ലാവരും നിന്നെ. നീ കാരണമാ എൻ്റെ കുഞ്ഞ് ഇന്ന് ഈ അവസ്ഥയിൽ. ഒരിക്കലും ഞാൻ ക്ഷമിക്കില്ല. മോനെ, നിന്നെ ഈ അവസ്ഥയിൽ എത്തിച്ചവൾ ഇവിടെ വന്നിരുന്നു അല്ലേ? പപ്പയോട് ക്ഷമിക്ക. സാറ അവസാനമായിട്ടും ആദ്യമായിട്ടും അവൾക്കൊന്ന് അവനെ കാണണമെന്ന് പറഞ്ഞപ്പോൾ സമ്മതിച്ച് പോയതാ. അല്ലെങ്കിൽ പപ്പ ഒരിക്കലും അവളെ നിന്റെ അടുത്തേക്ക് അടുപ്പിക്കില്ലായിരുന്നു. നീ എന്നോട് ക്ഷമിക്കടാ. എന്തായാലും ഇനി വരത്തില്ലല്ലോ. മോൻക്ക് സമാധാനായോ? അവക്ക് എങ്ങനെയാടാ നിന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിഞ്ഞേ? നമ്മൾ എത്രമാത്രം കൊണ്ട് നടന്നത് അവളെ. ഈ ലോകത്ത് ജീവിച്ചിരിക്കാൻ എനിക്ക് ഒരർഹതയുമില്ല. ഞാൻ ചെയ്ത തെറ്റിനുള്ള ഫലം ഞാൻ തന്നെ അനുഭവിക്കണം. അനുഭവിച്ചേ പറ്റൂ. ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രം. എത്ര സന്തോഷത്തോടു കൂടി കഴിഞ്ഞിരുന്നതാ കുറച്ച് നാളുകൾക്ക് മുന്നേ. ഇപ്പോഴോ എല്ലാം ഞാൻ തന്നെ കളഞ്ഞു. എമി കുറേ നേരമായാലോ മുകളിലോട്ട് പോയിട്ട്. എന്താ വരാത്തെ? പോയി നോക്കാം. മോളെ എമി,
ഡോക്ടർ ഒന്ന് പെട്ടെന്ന് നോക്കൂ, ആള് പോയിസൺ കഴിച്ചതാ. ഹലോ ആമീസ്, അപ്പോൾ നമ്മുടെ ലവ് ഈസ് ടിപ്പ് ക്ലൈമാക്സിലോട്ട് കിടക്കുകയാണ്. ഇനി ഒരു എപ്പിസോഡും കൂടിയേ ബാക്കിയുള്ളൂ. അതോടുകൂടി ലവ് ഈസ് ടിപ്പ് എൻജോയ്. പിന്നെ നമ്മുടെ ടൈഗറാണ് ഇപ്പോൾ റീ അപ്ലോഡിങ് നടക്കുന്നുണ്ടല്ലോ. എപ്പിസോഡ് 17 എത്തി തോന്നുന്നു. അപ്പോൾ 2-3 എപ്പിസോഡും കൂടി കഴിഞ്ഞാൽ അതും കഥ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ കമൻസുകൾ പ്രതീക്ഷിക്കുന്നു. ഇനി ഇതിൻ്റെ ക്ലൈമാക്സ് എന്താണെന്ന് നിങ്ങൾക്ക് വല്ല ഗസ്റ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറയൂ, ജസ്റ്റ് ഒന്ന് അറിയാനാണ്. ഓക്കെ, ശരി, ബൈ, ലവ് യു.